ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബനാന ഹൽവയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് മെയിനായിട്ട് വേണ്ടത് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണ്. ഞാനിപ്പോൾ ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നേന്ത്രപ്പഴം തന്നെ വേണമെന്നുള്ള ആവശ്യമില്ല. നമുക്കിഷ്ടമുള്ള ഏത് പഴത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ചെറുപഴം മാത്രം നമുക്ക് ഒഴിവാക്കാം, ബാക്കിയുള്ള ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നല്ലതുപോലെ പഴുത്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് ഇത് മാറ്റിയിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് വേണം നമുക്കിത് കിട്ടാനായിട്ട്. അങ്ങനെ അധികം പഴത്തിൻ്റെ വലിയ വലിയ കട്ട പീസൊന്നും കാണാൻ പാടില്ല. ആ ഒരു രീതിക്ക് വേണം നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്ത് വേണ്ട കാര്യമാണ് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിലാണ് നെയ്യ് എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് എപ്പോഴും നെയ്യ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. നെയ്യിൽ തയ്യാറാക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിലേക്ക് കിട്ടത്തുള്ളൂ. ഈ ഒരു അളവിലാണ് ഞാനിപ്പോൾ നെയ്യ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും കുറച്ചും കൂടി വേണമെങ്കിൽ നമുക്ക് കുറച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കറക്റ്റ് അളവിനാണ് ഇതിലേക്ക് നെയ്യ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നെയ്യെല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും കൂടി. അപ്പോൾ ഇതുപോലെ ഈ ഒരു അളവിൽ മാത്രമാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ നെയ്യിൽ കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്നും ഒരല്പം കൂടി കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഇതിങ്ങനെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ നെയ്യെ കുളിച്ച് കിടക്കുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷേ ഈ ഒരു അളവിൽ നമ്മൾ പിന്നീട് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നേ ഇല്ല. പക്ഷേ ഈ ഒരു അളവിൽ തന്നെ ഫസ്റ്റിലേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മുടെ ഈ ഗോതമ്പ് പൊടിയെല്ലാം നന്നായിട്ട് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോഴും മാത്രമേ ആ ഗോതമ്പ് പൊടിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം മാറിയിട്ട് നല്ലതുപോലെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി വരികയും ചെയ്യണം. നല്ലതുപോലെ ഇത് വെന്ത് കിട്ടും. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കാൻ വേണ്ടി നമ്മൾ നിൽക്കരുത്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഇപ്പം നമ്മുടെ നെയ്യ് നല്ല ചൂടാണ്. ഈ ചൂടിൽ പെട്ടെന്ന് തന്നെ വളരെ കുറച്ച് മാത്രമേ ഗോതമ്പൊടിയും ചേർത്തിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ എൻ്റെ കളറൊക്കെ മാറി അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ ഫ്ലെയിം ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുത്ത് മാത്രം നമ്മൾ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ആ പച്ച ടേസ്റ്റ് എല്ലാം ഗോതമ്പൊടിയുടെ പച്ച ടേസ്റ്റ് മാറി ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആകുന്നത് വരെ മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടിയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇപ്പോൾ ഇതിൻ്റെ ആ പച്ച ടേസ്റ്റ് എല്ലാം മാറിയിട്ട് നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഗോൾഡൻ കളറിൽ നിന്ന് കുറച്ചും കൂടി കളർ മാറി വരികയാണ്. ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഫ്ലെയിം കൂട്ടിയേ വെക്കരുത്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ പഴത്തിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ പഴത്തിൻ്റെ മിക്സും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൽവ തയ്യാറാക്കി എടുക്കാമെന്ന് പറയുമ്പോഴേ കൈയൊന്നും എടുക്കാതെ, കൈ ഇളക്കാതെ, കൈക്കൊക്കെ കുറച്ച് ജോലിയൊക്കെ കൊടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തതും ഉടൻ തന്നെ നെയ്യൊന്നും കാണാതെ ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് പിന്നെ കിട്ടുന്നത്. ഇനി വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴവും നല്ല രീതിയിലൊന്ന് വെന്ത് വരണം. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമ്മളിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഏകദേശം ഒരു 2 മിനിറ്റ് മാത്രം നമ്മളൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അതിനുശേഷം പിന്നീട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള മധുരം ചേർക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഈ വെള്ളം എല്ലാം വറ്റിയിട്ട് ഇതുപോലെ തരിതരിയായിട്ടായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ശർക്കരയും ഒന്ന് ചേർത്ത് കൊടുക്കണം. പഞ്ചസാര മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നതെങ്കിൽ 1 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതല്ല ശർക്കരയും കൂടി ആണെന്നുണ്ടെങ്കിൽ ശർക്കര നന്നായിട്ട് അലിയിച്ചിട്ട് അതൊന്ന് അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് പഞ്ചസാരയും ശർക്കരയും ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് ഞാനിപ്പോൾ.
ശർക്കര പാനി ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം. 50 ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു അരക്കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി, പക്ഷേ അരക്കപ്പ് നിറയെ എടുത്തിട്ടില്ല, ഒരു 1/4 കപ്പിൽ നിന്നും കുറച്ചും കൂടി കൂടുതൽ അളവിലേ എടുത്തിട്ടുള്ളൂ. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും ചേർത്തിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ശർക്കരയെല്ലാം നല്ലതുപോലെ ഒന്ന് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് എല്ലാ ശർക്കരയും പഞ്ചസാരയും ഒന്ന് അരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ച് നമ്മുടെ ഈ പഴം മിക്സിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ ചെറിയ ചെറിയ കട്ടയൊക്കെ ഉണ്ട്. നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഈ കട്ടയെല്ലാം ഒന്ന് അലിഞ്ഞു തുടങ്ങും. നല്ല രീതിയിൽ കൈയെടുക്കാതെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊക്കെ വലിച്ചെടുത്തിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് തിക്കായി കിട്ടും. പക്ഷേ ഇരുന്നാലും നമ്മൾ ഏകദേശം ഒരു 5-6 മിനിറ്റോളം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമേ ആ പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്കിത് കിട്ടത്തുള്ളൂ. ഈ വെള്ളം എല്ലാം കംപ്ലീറ്റ് ഇതിലുള്ള വെള്ളം എല്ലാം ഒന്ന് വറ്റിപ്പോകണം. നമ്മളിപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ലതുപോലെ ഇങ്ങനെ ബോൾ പോലെ കിട്ടും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി. ഏലക്കാപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്ക് ഒരു 4 ഏലക്ക നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. കൂടെ തന്നെ കുറച്ച് നട്ട്സ് ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നെയ്യിൽ റോസ്റ്റ് ചെയ്ത് എടുത്തതാണ്. എന്നിട്ട് ആ നെയ്യും കൂടി ചേർത്ത് എടുത്തിട്ടുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിലേ നെയ്യ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും ചേർക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതെല്ലാം കൂടി വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഒരല്പം ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്തൊരു ബൗളിലേക്ക് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ട്രേയിലേക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം പീസാക്കി കട്ട് ചെയ്തും നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ഹൽവയിൽ ബാക്കി വരുന്നത് പുറത്തും സൂക്ഷിക്കാം, അതുപോലെ തന്നെ ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 ദിവസം വരെയും കേടാകാതെ ഇരിക്കും. നമുക്ക് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റ് ആയിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നതെന്ന്. ഇത് കാണുമ്പോൾ തന്നെ ഇതിന്നൊരു അല്പം എടുത്ത് ഇങ്ങനെ കഴിക്കാൻ തോന്നില്ലേ? അതുപോലെ തന്നെ അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇതുള്ളത്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർക്കും കൂട്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.